അപ്പോൾ ലക്ഷ്മി, നമ്മൾ ഈയിടെയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സീരിയലിൻ്റെ ചർച്ചകളാണ്. അതെ, സിനിമ കഴിഞ്ഞ് നേരെ സീരിയലിലേക്ക്. അതെ, കുറച്ചു കാലം ആ ചർച്ചാ വിഷയം സിനിമയായിരുന്നു. അതെ, അപ്പോൾ അത് നേരിട്ട് സീരിയലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സീരിയലിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അപ്പോൾ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ്. അങ്ങനൊരു പരാമർശം ഉന്നയിച്ചത് അല്ലേ? പരാമർശം കൊടുത്ത് പറഞ്ഞു പോകാം. അതെ, നമുക്ക് അതായത് ചില സീരിയലുകൾ എൻഡോസൾഫാൻ, എന്താ പറയുക, അത്ര എൻഡോസൾഫാൻ മാരകമായ വിഷകരമായ സാധനമാണ് എന്നുള്ള രീതിയിലാണ് പ്രേംകുമാർ പറഞ്ഞത്. അതിനെ എതിർത്തുകൊണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയും ഹരീഷ് പേരടിയും പോലെയുള്ള നടന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പ്രേംകുമാർ പറഞ്ഞ ആ പോയിന്റിനോട് 100% യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രേംകുമാർ പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. പക്ഷെ സാധാരണ ഞാൻ ചിന്തിക്കുന്നത് ഹരീഷ് പേരടിയൊക്കെ നല്ല നിലപാടുകൾ, അതായത് മലയാള സിനിമയിലെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നല്ല നിലപാടുള്ളൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഹരീഷ് പേരടി പ്രേംകുമാറിനെതിരെ സംസാരിച്ചതെന്ന് നമുക്കിതുവരെ മനസ്സിലായില്ല. ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഒരു ഇത് ഞാൻ വലിയ രീതിയിൽ എടുക്കുന്നില്ല. കാരണം പക്ഷെ നല്ല നിലപാടുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുത്തൊരു നടൻ കൂടിയാണ് ഹരീഷ് പേരടി. പിന്നെ നാടകത്തിലൂടെ വന്നാണ് പേഴ്സണലി എനിക്ക് അറിയുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പ്രേംകുമാർ പറഞ്ഞത് ശരിക്കും അർത്ഥവത്തായ ഒരു വീട് തന്നെയാണ്. അതെ, എനിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാനും പ്രേംകുമാറിനൊപ്പം തന്നെ നിൽക്കും. കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചില സീരിയലുകൾ ഇപ്പം ഈ പറയുന്ന ഈ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും എതിർക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. ചില സീരിയലുകളെ പറ്റി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ എല്ലാ സീരിയലുകളും വിഷമാണെന്നോ എല്ലാ സീരിയലുകളും എൻഡോസൾഫാനേക്കാൾ മാരകമാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, ഈ ഒരു പ്രേംകുമാറിന്റെ ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം സീരിയലിൽ നിന്ന് വന്ന ഒരാളാണ്. ദൂരദർശനിലൂടെ മലയാളികളെല്ലാം ആദ്യമായി കണ്ട സീരിയൽ, അത് 10-13 എപ്പിസോഡ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു പൂ വിരിയുന്നു എന്ന് പറയുന്ന സീരിയല്. അതിലെ നായകനായിരുന്നു പ്രേംകുമാർ. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് വന്ന ലംബോ എന്ന് പറയുന്ന സീരിയലിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സീരിയലിന്റെ ഒരു പാരമ്പര്യമുള്ള വ്യക്തിയാണ് പ്രേംകുമാർ. അദ്ദേഹം വിമർശിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന മേഖലയെ തന്നെയാണ്. മാത്രമല്ല, ഇപ്പൊ അദ്ദേഹം ക്യാരി ചെയ്യുന്ന ഒരു പൊസിഷനുണ്ട്, അദ്ദേഹത്തിന് പറയാനുള്ള കടമയുണ്ട്, എല്ലാത്തരം അവകാശങ്ങളുമുണ്ട്. അത് മാത്രമല്ല, സീരിയലിൽ നിന്നൊന്നും വന്ന വ്യക്തി അല്ലെങ്കിലും ഏതൊരു വ്യക്തിക്കും പ്രേക്ഷകൻ എന്ന നിലയിൽ പലരും, അതായത് പ്രേംകുമാറിന്റെ ഒരു അഭിപ്രായം മാത്രമല്ല നമ്മൾ എടുത്തിട്ട് അഭിപ്രായം പറയാം. പല പബ്ലിക് ഒപ്പീനിയനും കണ്ടപ്പോഴും പറയുന്നത് സീരിയലുകൾ ഇപ്പൊ ഏറ്റവും വലിയൊരു തമാശ പറഞ്ഞില്ല, കഴിഞ്ഞ 2022 അവാർഡിന്, ടെലിവിഷൻ അവാർഡിൽ അവർ പറഞ്ഞത് നിലവാരമില്ലാത്ത സീരിയലിന് കൊടുത്തില്ല. അത് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും സാമാന്യ ബോധമുള്ള ഒരാൾക്ക്. അപ്പോൾ അത്രത്തോളം മോശമായ കണ്ടന്റുകളാണ് സീരിയലുകൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഇപ്പം തന്നെ സിനിമാ മേഖല തന്നെ ഒരുപാട് തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതായത് നമ്മൾ സീരിയലിനെ പറ്റി നോക്കുകയാണെങ്കിൽ സീരിയലിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാവാം. അലക്കാൻ പോകുന്നത് പട്ടുസാരിയും ഫുള്ള് ആഭരണ വിഭൂഷകയായിട്ടാണ് പോവുക. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലാണെങ്കിലും പട്ടുസാരി. ഈ ഒരു സെറ്റപ്പിലുള്ള സീരിയൽ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവരും അതായത് ഫുൾ റിയാലിറ്റി കൊണ്ടുവരുമ്പോൾ ഇവരിപ്പോഴും ഡ്രാമാറ്റിക് ആയിട്ട് തന്നെയാണ് സീരിയലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും കാണാം ഒരു സീരിയൽ എടുത്തു കഴിഞ്ഞാൽ പൊട്ടനായ ഭർത്താവ്, ബുദ്ധിമതിയായ ഭാര്യ, അല്ലെങ്കിൽ വില്ലത്തിയായ വില്ലനായ അമ്മായി. പലരും പറയുന്നുണ്ട് കുട്ടികളിൽ ഇത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. കാര്യം ഒരു വിഭാഗം കുട്ടികളൊന്നും സീരിയലിൽ കാണുന്നില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. കാര്യം ഒരു 15 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികളാണ്, ഒരു 15-25 ഇടയിലുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും സോഷ്യൽ മീഡിയ, വാട്സ്ആപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ. അതെ, പക്ഷേ ഈ പറയുന്ന 13-12 വയസ്സിന് താഴത്തേക്കുള്ള കുട്ടികൾ, അതായത് കുറച്ച് ബുദ്ധിയും ബോധവും ഉള്ള കുട്ടികൾ, തീർത്തും കുഞ്ഞു കുട്ടികളെയല്ല നമ്മൾ പരാമർശിക്കുന്നത്, ആ കുട്ടികൾ ഈ അമ്മമാരുടെ കൂടെ ഇരുന്ന് ഈ സീരിയൽ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നാളെ കല്യാണം കഴിച്ചു പോയാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സീരിയലിലെ കഥാപാത്രത്തെ പോലെ ആയിരിക്കണം ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ഒരു അമ്മായിയമ്മയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ എൻ്റെ ശത്രുക്കളാണ് എന്ന് അവരിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും. കാരണം ലക്ഷ്മി പറഞ്ഞോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം എന്താ പറയുക, ഇത് നമ്മൾ
വെൽ പാക്കഡ് ആണ് ഈ സാധനം. കൃത്യമായി ഇത് കുട്ടികളിലേക്ക് നമ്മളൊരു സിനിമ കാണുമ്പോഴല്ല ഒരു സിനിമ ചിലപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് ആ സിനിമ തീരും. അതിൻ്റെ മൊത്തം ഹാങ് ഓവർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കും. എന്നാൽ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ മെഗാ പരമ്പരയാണ്. നമ്മൾ തമാശയ്ക്കെങ്കിലും പറയും ഈ 2 വർഷമായിട്ട് പ്രസവിക്കാത്ത സീരിയൽ നടിമാർ അല്ലേ, അതിലുള്ള കാര്യങ്ങൾ. കാരണം അതായത് അത്രയും 2 വർഷത്തോളം ഈ സീരിയൽ ഒരു മെഗാ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണ് ഇതിനുള്ളത്? അതെ, ഒരു സിനിമ 2.5 മണിക്കൂർ കൊണ്ട് തീരുന്ന സാധനമാണ്. ഇതിനെ നമ്മൾ അപ്പൊ സ്ഥിര പ്രേക്ഷകനാക്കി മാറ്റുക. മാത്രമല്ല അഖിലേട്ട, ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം, ഈ സീരിയൽ സംപ്രേഷണം ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര, അതായത് 6 മണി തൊട്ട് 10 മണി വരെ അല്ലെങ്കിൽ 10:30 വരെയുള്ള സമയം നമ്മളെല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സീരിയലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ TRP കൂട്ടാൻ വേണ്ടി അവരിട്ട സമയമായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രീ ആണ്. ഈ പറയുന്ന കുട്ടികൾ ഉൾപ്പെടെ അവരുടെ ട്യൂഷനും എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. കല എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സീരിയൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആവില്ല, സിനിമ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആവില്ല, പറയാൻ പറ്റില്ല. കല എന്ന് പറയുന്നത് പിന്നെ ഒരു വ്യക്തിയിലേക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കലാമേഖല. നമ്മൾ അതിലെ നന്മകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും പറയാറ്. കാരണം കല 2 തരം നന്മകളും തിന്മകളും പ്രോത്സാഹിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിലും അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കില്ല അല്ലേ. അപ്പം പല സാധനം. അപ്പോൾ സീരിയലിലാണെങ്കിലും നമ്മൾ ഈ സ്ത്രീകൾ സ്ഥിരം വൈകുന്നേര സമയങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങൾ, ഈ നുണ, കുശുമ്പ്, ഈ പിന്നെ കൊലപാതകം, ഈ സാധന അവിഹിതം, ഇത് തന്നെയാണ് ഈ സീരിയലുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ അത് മാറ്റിപ്പിടിക്കേണ്ട സമയമായി. അത് ചില സീരിയലുകൾ അത്രത്തോളം മോശമായ കണ്ടന്റുകളാണ് കൊടുക്കുന്നതെന്ന് തന്നെയാണ് പ്രേംകുമാർ പറയുന്നത്. അതും പ്രേംകുമാർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് ഓൾറെഡി 10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പരാമർശം തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്തത്. അന്നൊന്നും ഇത്രയും വിവാദമാവുകയോ ആരും ഇതിനെതിരെ പ്രതികരിക്കാനോ അന്ന് നിന്നിട്ടില്ല. ഇന്ന് ഇദ്ദേഹം ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിന് പിന്നിൽ പല രാഷ്ട്രീയങ്ങളുമുണ്ട് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ വശം അവിടെ നിൽക്കട്ടെ, അതെന്തോ ആവട്ടെ. കാരണം പക്ഷേ പ്രേംകുമാർ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് ആര് പറയും ഇവിടെ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്നിടത്തോളം അത് എന്തുകൊണ്ടും പറയാൻ, ആധികാരികമായി പറയാൻ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് പ്രേംകുമാർ. തീർച്ചയായും അങ്ങനെ ഒരാൾ പറയാനില്ലാത്തതാണ് ഇപ്പോൾ മലയാള സിനിമ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പെട്ടെന്ന് കണ്ടില്ലേ, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അമ്മ രാജിവെച്ച് പോകുമെന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. ഒരാൾ അത് വളരെ കുറഞ്ഞ ജഗദീഷിനെ പോലത്തെ നട്ടല്ലോടെ അഭിപ്രായം പറയാനുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമാണ് അവരുടെ മേഖലയെ പറ്റിയുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ചോളാം. തീർച്ചയായും. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മള് അച്ഛൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കുക അല്ലേ. നമ്മളെ അച്ഛൻ അങ്ങനെയാണല്ലോ, നമ്മളൊരു വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാണല്ലോ മക്കളെ നല്ല രീതിയിൽ നടത്തുക. അതുപോലെ ഈ തലപ്പത്തിരിക്കുന്ന ആള് മോശമാണ് എന്ന് പറയുമ്പോൾ അത് നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പക്ഷെ അതിൻ്റെ ഒരു കേസ് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അമ്മയെ തല്ലിയാലും 2 വശം എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും അതുണ്ട്. കാരണം നല്ലതിനെ എതിർക്കുന്നവരുണ്ട്, പിന്നെ നന്നില്ലാത്തതിനോട് അനുകൂലിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുള്ള പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം നോക്കുമ്പോഴും വരുന്ന സാധനങ്ങൾ മൊത്തം, അതായത് ഒരു എന്താ പറയുക, ഒരു മൂല്യമില്ലാത്ത മാത്രമേ മാറുന്നുള്ളൂ, കണ്ടന്റുകൾ. തീർച്ചയായും നീ പറഞ്ഞൊരു കറക്റ്റ് കാര്യം. കാരണം വ്യത്യസ്തമായ തലക്കെട്ടുകൾ വരുന്നു, ഹെഡിങ്ങുകൾ വരുന്നു, അല്ലെങ്കിൽ ടൈറ്റിലുകൾ മാറുന്നു എന്നല്ലാതെ കണ്ടന്റുകളെല്ലാം അല്ല സീരിയൽ. പക്ഷെ ഒരുപാട് നല്ല സീരിയലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, വളരെ രസകരമായി ചെയ്തു പോയ സുരഭി ചേച്ചി, വിനോദേട്ടനൊക്കെ ചെയ്തു പോയ MIT മൂസ, ഉപ്പും മുളകും, അതുപോലെ നല്ല വളരെ സ്വീകാര്യതയുള്ള. അതെ, കാരണം അങ്ങനെ ചെയ്തു പോയ സീരിയലുകളുണ്ട്. നല്ല ഒരുപാട് മറ്റു ഭക്തി സീരിയലുകൾ, അതുപോലെ പല സീരിയലുകളുണ്ട്. പക്ഷെ എന്നാലും അതൊരു 10% ഒതുങ്ങുകയും 90% ഇത്തരം കണ്ടന്റുകൾ മാത്രം, മോശം കണ്ടന്റുകൾ മാത്രം കൊടുത്ത് സ്ത്രീകളെ, ഇപ്പം ഞാൻ പറയും, ഒരു വീട്ടിൽ ഇപ്പോൾ സീരിയൽ കാണുന്ന സമയമാണെങ്കിൽ ഒരു കള്ളം കയറിയാൽ പോലും അറിയാത്ത അവസ്ഥയും മാറി. കാരണം അത്രത്തോളം ഇതിലേക്ക് മുഴുക. പിന്നെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചിന്തയൊന്നും പിന്നെ സ്ത്രീകൾക്കില്ല. കാരണം ഈ സീരിയൽ കഴിഞ്ഞാലേ പിന്നെ ആ വീട്ടുകാരന് ഭക്ഷണമുള്ളൂ. ആ രീതിയിലുള്ള വീടുകൾ എനിക്കറിയാം. കാരണം വേറെ എന്തായാലും ആ സീരിയൽ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നത്. സീരിയൽ കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാം അമ്മയെന്ന് പറയുന്ന കുട്ടികളെ എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. പിന്നെ ലക്ഷ്മി, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ, ഈ സീരിയലൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. അത് നമുക്ക് നാളെയും കാണാൻ ആകാംക്ഷജനകമാക്കുന്ന രീതിയിലാണ് അവർ അത് തുടരുന്നു പറഞ്ഞത്. അപ്പം ഒരു ദിവസം കണ്ട നമ്മളെ നാളെയും അത് കാണാനുള്ള അഡിക്റ്റഡ് ആക്കുക എന്ന് പറയില്ലേ, നമ്മളതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ള ഒരു അഡിക്ഷൻ കൊണ്ടുവരുന്ന രീതിയിലാണ്. അഡിക്ഷന്റെ മറ്റൊരു
കാര്യം പറയാനാണെങ്കിൽ രാത്രിയിൽ കണ്ട അതേ എപ്പിസോഡ് രാവിലെ റീടെലികാസ്റ്റ് ഉണ്ട്, അതുവരെ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അത്രയും നമ്മൾ അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ്. തീർച്ചയായും ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും അത് കാണുക എന്നുള്ളത്. പക്ഷെ എന്ത് ബോധമാണ് ഇവര് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത്, എന്ത് നല്ല സന്ദേശമാണ് സീരിയൽ വഴി പ്രേക്ഷകരിലേക്ക് ലഭിക്കുന്നത്. നമ്മൾ എപ്പോഴും അത് എന്താ പറയുക, നമ്മൾ ചില നല്ല എഴുത്തുകാർ കൂടെ, കാരണം ഇനി വരുന്ന തലമുറകളും ഈ ഒരു രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല സിനിമകളെ പറ്റി തന്നെ പറയുമ്പോൾ ക്രാഫ്റ്റാണ്, അത് ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ കുട്ടികൾ നെഗറ്റീവായി പോകുമ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ചുരുക്കം പറയുന്നത്, നമ്മൾ സിനിമാ മേഖലയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ തന്നെ ലഹരി സിനിമയിലെ ഏറ്റവും വലിയൊരു വില്ലനായി മാറി അല്ലേ? നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാസ്റ്റിംഗ് കൗച്ച്. അത് കാരണം ഇപ്പോൾ ഒരുപാട് നടന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം മാറ്റുക എന്നുള്ളതാണല്ലോ ഒരു നല്ല രീതിയിൽ ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത് അല്ലേ? ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പോരാടിക്കൊണ്ട്. കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം ഇതിൻ്റെ എന്താണ് ദാനമാണ് അല്ലെ? ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് മാത്രമല്ല സിനിമയിൽ സെൻസറിംഗ് ബോർഡ് ഉള്ളതുപോലെ നമ്മുടെ സീരിയലിൽ അതെ സെൻസർ ബോർഡ് നടപ്പാക്കുക. കാരണം ഒരു സെൻസർ ബോർഡും ഇല്ലാതെ അല്ലെ അഡൽട്ട്സ് ഓൺലി കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. കാരണം ഇതിന് സെൻസർ ബോർഡില്ല. അപ്പോൾ നിർബന്ധമായിട്ടും സീരിയൽ ഒരു സെൻസർ ബോർഡിന്റെ കീഴിൽ സെൻസർ ചെയ്തിട്ട് തന്നെ ഇറങ്ങണം എന്നാണ് നമ്മളെ പോലുള്ള അത് ആ മേഖലയിൽ തന്നെയുള്ള ആൾക്കാർ ചിന്തിച്ച് അവർ മാറ്റേണ്ട, അവർ ആ കുടുംബത്തിൽ നിന്ന് മാറ്റേണ്ട അപ്പോൾ അതിനെ ഞാൻ പറയുന്നത് ഹരീഷ് പേരടിയൊക്കെ നല്ല നിലപാടുകൾ, ഒരുപാട് നിലപാടുകൾ, അയാളുടെ നല്ല നിലപാടുകൾ മുന്നോട്ട് വെച്ച് നല്ല കമൻറ്റുകൾ അറിയിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരനെ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് പ്രേംകുമാർ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായ ഞാനത് സതുദ്ദേശപരമായി അത് നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലായി. കാരണം പ്രേംകുമാർ ഒന്നും വെറുതെ വന്നൊരു അഭിപ്രായം പറഞ്ഞു നല്ല നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ്. മാത്രമല്ല സീരിയലിന് മാത്രം ഇതാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ് സീരിയൽ എന്ന് പറയുന്നത്. അത് നശിപ്പിക്കണം എന്നുള്ള രീതിയിലൊന്നുമല്ല, ഇതിന്റെ കണ്ടന്റുകളിൽ മാറ്റം വരുത്തുക. അതെ, അവരുടെ അഭിനയത്തോ അതിന്റെ സാങ്കേതികതയെ പറ്റി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രമേയത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് മാത്രമാണ് പ്രേംകുമാർ പറഞ്ഞത്. അതെ, കാരണം ഇനി നല്ല നല്ല സീരിയൽ, കാരണം നമ്മൾ പറഞ്ഞ ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് നല്ല കണ്ടന്റുകളുണ്ട്. റിയാലിറ്റിയോട് ഇഴുകി ചേർന്നുകൊണ്ട് സീരിയലുകൾ ഇവിടെ സൃഷ്ടിക്കാനുള്ള ടാലൻ്റുള്ള പ്രതിഭകളുണ്ട്, ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് പേര് പിന്നെ എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാരുടെ സംരംഭമാണ് സീരിയലായാലും സിനിമയായാലും ഏത് കലാമേഖലയും നാടകമായാലും ഒക്കെ. അപ്പോൾ നല്ല കണ്ടന്റുകൾ പുറത്തു കൊടുക്കാനും അതിലെ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എല്ലാവരും തന്നെ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് സീരിയലാവട്ടെ, സിനിമയാവട്ടെ, നാടകമാവട്ടെ, ഏത് കലയെങ്കിലും ആവട്ടെ, കാരണം കല ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അത് നന്മയുടേതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഞങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.